കോൺഗ്രസ് നേതാക്കന്മാരെയാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഇപ്പോൾ ഭയക്കുന്നത്. വി ഡി സതീശൻ ആ ദൗത്യം കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചടി ഉണ്ടായാൽ കോൺഗ്രസിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോകും. കൊച്ചിയിലെ സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കലും കത്തോലിക്കരല്ലാത്ത ഒരാൾ വന്നാൽ ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കലി വി ഡി സതീശന്റെ ശത്രു ആരാണ്? ഒരിക്കലും പിണറായി വിജയനല്ല. വി ഡി സതീശന് യഥാർത്ഥത്തിൽ കേരള ജനത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഞാൻ ഒരു സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങാൻ പോകില്ല എന്നുള്ള ആ പ്രസ്താവന ഉണ്ടായിരുന്നു. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, ഞാൻ ഒരു സാമുദായിക നേതാക്കന്മാരുടെയും തിണ്ണ നിറങ്ങാൻ വേണ്ടി പോകില്ല എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവും വരുന്ന മുഖ്യമന്ത്രി മോഹിയുമായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ. പക്ഷെ ഇന്ന് അദ്ദേഹം നിരങ്ങാത്ത തിണ്ണകളില്ല. സെൻറ് തോമസ് മൗണ്ടിൽ പോയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്നിപ്പോൾ അദ്ദേഹം എവിടെയാണ് എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല, രാജേട്ടൻ തന്നെ പറ. ഈ സതീശൻ, വി ഡി സതീശന് യഥാർത്ഥത്തിൽ കേരള ജനത ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ഞാൻ ഒരു സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങാൻ പോകില്ല എന്നുള്ള ആ പ്രസ്താവന ഉണ്ടായിരുന്നു. കാരണം അതിന് പറയാനുള്ളൊരു കാരണം, സാധാരണ നിലയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പലരും NSS ആസ്ഥാനത്തും അതുപോലെ തന്നെ SNDP വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലും കൃത്യമായി പോവുക, അവരുമായിട്ട് ആശയവിനിമയം നടത്തുക, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു പതിവ് രീതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അരമനകളിലും ഒക്കെ പോയി ബിഷപ്പുമാരെയൊക്കെ കണ്ട് കൈമുത്തിയിട്ട് വരുന്നൊരു പരിപാടിയും നേരത്തെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വന്ന സമയത്താണ് അദ്ദേഹം ഞാൻ പെരുന്നയിലോ അല്ലെങ്കിൽ കണിച്ചുകുളങ്ങരയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അരമനയിലോ ഒന്നും പോവില്ലെന്നും. കണിച്ചുകുളങ്ങര കയറ്റാഞ്ഞിട്ടുണ്ടോ? കണിച്ചുകുളങ്ങര അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ശത്രുവായി വരുന്നതൊക്കെ അങ്ങനെയാണ്. ഇല്ല, വെള്ളാപ്പള്ളി നടേശൻ നമ്മളോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം ഈ വി ഡി സതീശൻ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ നൽകാത്തതാണ്, അപ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, വെള്ളാപ്പള്ളി നടേശനുമായിട്ട് സൗഹൃദമുള്ളവർക്കൊക്കെ പിന്നീട് തിരിച്ചടി ഉണ്ടായിട്ട് എന്നുള്ളത് കൊണ്ട് അത് ശരിയായിരിക്കാം ചിലപ്പം. പക്ഷെ വി ഡി സതീശൻ ആ പോളിസി കംപ്ലീറ്റ് മാറ്റിവെച്ച് വളരെ തന്ത്രപരമായ തന്ത്രപരമായ നീക്കങ്ങളിലേക്ക് മാറിയിരിക്കുന്നു നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇപ്പം AP വിഭാഗ നേതാവിനെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ആരെയാണ് കാണുന്നത് നമുക്കറിയില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബിഷപ്പുമാരെയും അതുപോലെ എല്ലാ വിഭാഗം ബിഷപ്പുമാരെയും, അത് RC ആയാലും ശരി LC ആയാലും ശരി, അങ്ങനെയുള്ള എല്ലാ സഭാ നേതൃത്വത്തിലുള്ള എല്ലാ നേതാക്കന്മാരെയും കാണുകയും അവരൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ സതീശൻ നിലപാട് മാറ്റാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ട് CPM-ഉം ഏതാണ്ട് ഇതേ നയം തന്നെ സ്വീകരിച്ചിരുന്നു നേരത്തെ. പക്ഷേ അതിനൊക്കെ വിപരീതമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ വളരെ വ്യത്യസ്തമായ ഒരു മാർഗ്ഗമാണ് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരള മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. പിണറായി വിജയൻ എല്ലാ സഭാ നേതൃത്വമായാലും ശരി, മറ്റുള്ള ഈ പലതരത്തിലുള്ള ഈ മത നേതാക്കന്മാരുമായും വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം സുന്നി വിഭാഗമായാലും ശരി, അങ്ങനെയുള്ള എല്ലാ വിഭാഗമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമാണ്. അവർ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും കൃത്യമായി പരിഹരിച്ചു കൊടുക്കുന്നു. NSSന്റെ നേതാവായ സുകുമാരൻ നായർ അദ്ദേഹത്തെ വളരെ അടുത്ത് ചേർത്ത് പിടിക്കുന്നു. SNDP ആണെങ്കിൽ പറയണ്ട, നമുക്കറിയാം ഈ ശബരിമല പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിന് ഒരുമിച്ച് ഒരേ കാറിൽ യാത്ര ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശനെയും പിണറായിയും കേരളം കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഏറെ വിമർശനം ഏറ്റുവാങ്ങിയ സംഭവം കൂടിയാണ്. അപ്പം എല്ലാ വിഭാഗം, ഇപ്പം ക്ലിമീസ് പിതാവൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു. ഇത് കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ വലിയ പൊളിറ്റിക്കലി തിരിച്ചടിയാവുമോ എന്നുള്ളൊരു ഭയമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ആരുടെയും തിണ്ണ നിരങ്ങില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് മാറ്റം വരുത്തി എല്ലാ വിഭാഗം ആളുകളെയും നേരിൽ കണ്ട് എല്ലാ ആളുകളുമായി കുറച്ചും കൂടി അടുപ്പം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് വി ഡി സതീശൻ എന്തുകൊണ്ട് നിലപാട് മാറ്റിയെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഭരണത്തിൽ വരാൻ വേണ്ടി എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് വി ഡി സതീശൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതും എന്തുകൊണ്ട് വരത്തല്ല, പൊളിറ്റിക്കലി വി ഡി സതീശന്റെ ശത്രു ആരാണ്? ഒരിക്കലും പിണറായി വിജയനുമല്ല, വെള്ളാപ്പള്ളി നടേശനുമല്ല, ആരുമല്ല. സ്വന്തം പാർട്ടിയിലുള്ള രമേശ് ചെന്നിത്തല ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ് വി ഡി സതീശൻ ഭയക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം NSS-ഉം SNDP-യും ഒക്കെ വളരെ പ്രകടമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആവേണ്ടത് രമേശ് ചെന്നിത്തലയാണ് എന്ന്. അപ്പോൾ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ഇത്തരത്തിലുള്ള സാമുദായിക നേതാക്കന്മാരെല്ലാം ക്യാമ്പയിൻ നടത്തുമ്പോൾ അവരിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും വി ഡി സതീശന് ധൈര്യമുണ്ടാവില്ല
അല്ലെങ്കിൽ അത്തരത്തിൽ മാറി നിന്നാൽ ഉണ്ടാകുന്ന തിരിച്ചടി അത് കുറച്ചും കൂടി വലുതായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ അദ്ദേഹത്തിന് നിലപാട് മാറ്റിയെന്നുള്ളതാണ്. എനിക്കത് മുഖ്യമന്ത്രി PR രമേശ് ചെന്നിത്തല ഏറെ മുൻപിൽ എത്തിക്കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ആദ്യം തുടക്കം കുറിച്ചത് കെ സുധാകരനാണെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ PJ കുര്യൻ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് വരുന്നു. പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് NSSന്റെ നേതാവായിട്ട് സുകുമാരൻ നായർ രംഗത്ത് വരുന്നു. ഇതിനുശേഷം ഇന്നലെ ഇപ്പോൾ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു ഈ വി ഡി സതീശൻ വെറും ഷൂ ആണ്, മറ്റേ രമേശ് ചെന്നിത്തലയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് രമേശ് ചെന്നിത്തല ഏറെ മുന്നിലെത്തിയിരിക്കുന്നു സാമുദായിക നേതാക്കന്മാരുടെയൊക്കെ പിന്തുണ നേടുന്നതിൽ. പക്ഷേ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ സാമുദായിക നേതാക്കന്മാരല്ലല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. പക്ഷെ അവരൊരു ഭാഗമാണല്ലോ. അതെ, അത് ഭാഗമാണ്, അല്ലാന്നല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ ഈ കൊച്ചിയിലെ സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കലും കത്തോലിക്കരല്ലാത്ത ഒരാൾ വന്നാൽ ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. വരാപ്പുഴ രൂപത അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അപ്പോൾ വി ഡി സതീശൻ രണ്ട് തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നും കൂടി നമ്മൾ ഇതിൽ കാണുന്നത്. വി ഡി സതീശനെ സംബന്ധിച്ച് അത് ഞാൻ പറഞ്ഞല്ലോ, ഈ വി ഡി സതീശനെ നുണേശൻ എന്നും പറഞ്ഞുകൊണ്ടൊരു സോഷ്യൽ മീഡിയ നുണകൾ സംവിധാനമുണ്ട്. ഇത് വി ഡി സതീശന്റെ നിലപാടുകൾക്കകത്ത് ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ പറഞ്ഞ ലത്തീൻ സഭയോടൊക്കെ നിങ്ങൾ പോയി പണി നോക്ക് എന്ന് പറയാനുള്ള ആർജവമൊന്നും അല്ലെങ്കിൽ അതിനുള്ള ബലമൊന്നും വി ഡി സതീശൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, വി ഡി സതീശൻ അത് പറഞ്ഞു. വി ഡി സതീശന് ധൈര്യം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി അത് തെളിച്ചൊന്ന് പറയട്ടെ. കാരണം ലത്തീൻ കത്തോലിക്കരുടെ വോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാണിംഗ് ഒക്കെ അങ്ങോട്ട് കയ്യിൽ വെച്ചാൽ മതിയെന്ന് വി ഡി സതീശൻ ആണാണെങ്കിൽ പറയട്ടെ എന്ന് ഞാൻ പറയുന്നു. അല്ല, വി ഡി സതീശൻ ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള നിലപാടുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ എല്ലാ ആളുകളായിട്ട് ഇത്തരത്തിലുള്ള അകൽച്ചയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുകൂടി ദൃഢമായൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനും വളരെ ചെറിയ ശത്രുത പോലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു UDF കളമരിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം യഥാർത്ഥത്തിൽ വി ഡി സതീശനുണ്ട്. വി ഡി സതീശൻ ആ ദൗത്യം കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചടി ഉണ്ടായാൽ കോൺഗ്രസിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോകും. ഇത്തവണ ഭരണത്തിൽ വരിക എന്നത് ഏറ്റവും കൂടുതൽ ആദ്യം പ്രഖ്യാപിച്ചത് വി ഡി സതീശനാണ്. 100 സീറ്റെങ്കിലും മേടിച്ച് അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചതാണ്. ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന അലങ്കാരികമായി പറഞ്ഞതാണെങ്കിൽ പോലും വി ഡി സതീശൻ കോൺഗ്രസിൽ ഒറ്റപ്പെട്ടു പോകും. കാരണം വി ഡി സതീശൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകളാണ് പരാജയത്തിന് കാരണം എന്നുള്ള ഒരു നറേറ്റീവ് പിന്നീട് വരും എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെയാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഇപ്പോൾ ഭയക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സിന് എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി കിട്ടാതിരിക്കാൻ വളരെ കൃത്യമായ നിലയിലാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അത് വിജയിച്ചാൽ അദ്ദേഹം വിജയിച്ചു, ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ. വി ഡി സതീശനെ സംബന്ധിച്ച് 25 വർഷത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമേ ഉള്ളൂ. ഒരിടയ്ക്ക് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച് സ്വന്തം പ്രൊഫഷനായിട്ടുള്ള വക്കീൽപ്പണി നോക്കി പോയിരുന്ന ആളാണ്. അദ്ദേഹത്തെ പിന്നീട് തിരിച്ചു കൊണ്ടുവരുന്നത് രമേശ് ചെന്നിത്തലയും ജോസഫ് വാഴയ്ക്കനും ഒക്കെ കൂടിയിട്ടാണ് ഇദ്ദേഹത്തെ തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ തിരിച്ചു കൊണ്ടുവരവിന് നേതൃത്വം നൽകിയിട്ടുള്ള ജോസഫ് വാഴയ്ക്കൻ്റെ ഏറ്റുമാനൂർ സീറ്റ് വെട്ടുന്നതിൽ പോലും മുൻപന്തിയിൽ നിന്ന ആളാണ് ശ്രീ വി ഡി സതീശൻ. ആ വി ഡി സതീശൻ അവിടെ നിൽക്കട്ടെ. വി ഡി സതീശൻ കേരളം മുഴുവൻ ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്തും വി ഡി സതീശൻ വളരെയധികം പേടിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് പറവൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. പറവൂർ നിയോജക മണ്ഡലത്തിലെ ടൈസൺ മാഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ശരിക്കും ഈ വി ഡി സതീശനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന വാനര സംഘങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി വി ഡി സതീശൻ കൂടുതൽ സമയം പറവൂര് ചെലവഴിക്കാതിന് വന്നു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലെ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ബിഗ് ബ്രേക്കിംഗ് ആവാൻ പോകുന്ന സംഭവമായിരിക്കും പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ്റെ പരാജയം എന്ന് പറയുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു പ്രതിപക്ഷ നേതാവും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള ചരിത്രം ഒരുപക്ഷെ പറവൂര് തിരുത്തി കുറിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം വി ഡി സതീശൻ മറക്കാതിരുന്നാൽ നന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വി ഡി സതീശൻ പരാജയപ്പെടും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വി ഡി സതീശൻ അവിടെ എന്തായാലും വിജയിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പക്ഷേ വി ഡി സതീശന് മറ്റൊരു ദൗത്യം കൂടിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വി ഡി സതീശൻ്റെ ദൗത്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക എന്നുള്ള, അത് സംസ്ഥാന തലത്തിലുള്ള എല്ലാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെയും UDFൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി വി ഡി സതീശനുണ്ട്. വി ഡി സതീശൻ തോറ്റുപോയാലും ശരി, പക്ഷേ മറ്റ് സ്ഥാനാർത്ഥികൾ തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രീക്കോഷൻസ് എടുക്കേണ്ട ഒരാൾ കൂടിയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് വി ഡി
സതീശൻ ഈ അവിടെ പറവൂര് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതല്ല, വി ഡി സതീശൻ ഈ പല നിയോജക മണ്ഡലങ്ങളിൽ ഓടി നടന്ന് പറയുന്ന ഓരോ നുണകളുമാണ് അദ്ദേഹത്തിന്റെ വിനയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് അദ്ദേഹം പറയുന്ന ഓരോ പ്രസംഗങ്ങളും അദ്ദേഹത്തിന് തിരിച്ചടിയായിട്ട് മാറുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ മനോരമയുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ഉപദേശകൻ, അല്ലെങ്കിൽ സുജിത് നായരാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉപദേശകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉപദേശകനൊക്കെ ഈ എവിടെ ഇരുന്നു കൊണ്ട് ആരെ കണ്ടിട്ട് എന്ത് ഉപദേശമാണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ശേഷം നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് പറയാം. പക്ഷേ വി ഡി സതീശൻ തോൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ വി ഡി സതീശന് ഒരു ഈ UDF അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് എത്രത്തോളം കഠിനമാണ് എന്നുള്ളത് നമുക്ക് ഈ വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. നേരത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് കുറച്ചും കൂടി കഠിനമാകും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത്.